ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയോടൊപ്പമുള്ള യാത്രയാണ് ജപമാല മാസം. മരിയൻ സന്ദേശങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദേശങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ മാതാവിൻ്റെ വലിയ അനുഗ്രഹമുണ്ട്. നമ്മളത് മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുമ്പോൾ അവർക്കും മാതാവിൻ്റെ അനുഗ്രഹം കിട്ടും. ഏതാണ്ട് 10ഓളം ഗാനങ്ങൾ മാതാവിനെക്കുറിച്ച് രചിക്കാൻ എനിക്ക് ഇടവന്നിട്ടുണ്ട്. മാതാവിനെക്കുറിച്ച് എഴുതുമ്പോഴൊക്കെ വരികൾ മാതാവും നമുക്ക് തരും, സംഗീതവും തരും. അമ്മയെക്കുറിച്ച് എഴുതുമ്പോൾ ഒത്തിരി വാക്കുകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അനുഭവമാണ് എനിക്കുള്ളത്. ഒരിക്കൽ ഞാൻ എൻ്റെ അമ്മയെ കണ്ട് അങ്കമാലിക്കടുത്ത് മഞ്ഞപ്ര കഴിഞ്ഞ് ചുള്ളി എന്ന് പറയുന്ന എൻ്റെ ഗ്രാമത്തിൽ, എൻ്റെ ഭവനത്തിൽ അമ്മയെ കണ്ട് ഒന്ന് കാലടിപ്പള്ളിയിലെ വികാരിയായിരിക്കുന്നു. പള്ളിയിലേക്ക് വരുന്ന വഴി അമ്മയോടൊപ്പം കുറേ നേരം ഇരുന്നിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു, നമുക്കൊരു കൊന്ത ചൊല്ലിയിട്ട് പോകാം. അങ്ങനെ ഞാനും അമ്മയും ഇരുന്ന് ഒരു കൊന്ത ചൊല്ലി പൂർത്തിയാക്കിയിട്ടാണ് ഞാൻ വാഹനവുമായി കാലടിയിലേക്ക് വരുന്നത്. ആ യാത്രാമധ്യേ പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ച വരികളാണ് ജപമാല കയ്യിൽ നൽകിയെന്നമ്മ എന്ന് പറയുന്ന മനോഹരമായൊരു ഗാനം. ആ ഗാനം പാടിയത് അഭിവന്യ ആന്റണി കരിയിൽ പിതാവാണ്. എൻ്റെ യൂട്യൂബിൽ ആ ഗാനമുണ്ട്. ആദ്യമായൊരു മെത്രാപ്പോലീത്ത സ്റ്റുഡിയോയിൽ വന്ന് ഒരു ഗാനം ആലപിച്ചത് ഈ ഗാനമാണ്. അത് നിങ്ങളൊന്ന് കേൾക്കുന്നത് നല്ലതാണ്. ആ ഗാനം പാടിക്കഴിഞ്ഞപ്പോൾ കരിയിൽ പിതാവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മാതാവിനെ കുറിച്ച് പാടുമ്പോൾ മാതാവ് തന്നെ കൂടെ ആയിരുന്നു കൊണ്ട് സ്റ്റുഡിയോയിൽ ഉണ്ടായതുപോലെ ഒരനുഭവമായിരുന്നു. പിതാവ് ആ ഗാനം പാടുമ്പോൾ സ്റ്റുഡിയോയിൽ ഞാനുണ്ട്. എനിക്കും ആ ഒരു അനുഭവമാണ്. പിതാവ് അവിടെ നിന്ന് പാടുന്നു, ഇപ്പുറത്ത് ഞാനിരിക്കുന്നു. അതിന് സംഗീതം പകർന്ന പീറ്റർ ചേരാനല്ലൂരും എൻ്റെ അടുത്തിരിപ്പുണ്ട്. പീറ്ററിൻ്റെ സ്റ്റുഡിയോയിൽ തന്നെയാണ് ഈ ഗാനം റെക്കോർഡ് ചെയ്യുന്നത്. പീറ്ററും എന്നോട് സൂചിപ്പിച്ചൊരു കാര്യം ഇതാണ്, ഒരു പ്രത്യേക സുഗന്ധമായിരുന്നു. കരിയിൽ പിതാവ് ഈ പാട്ട് പാടിക്കഴിഞ്ഞ് ഞങ്ങളോടൊപ്പം ചെലവിടുമ്പോൾ പിതാവ് പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. മാതാവിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു സുഗന്ധം അനുഭവിക്കാൻ കഴിഞ്ഞു. ആ വരികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ആ സുഗന്ധ പൂരിതയായ ഒരമ്മയുടെ അനുഗ്രഹത്തിൻ്റെ വരികളാണ്. എൻ്റെ അമ്മയെ കണ്ട് ഞാൻ യാത്ര ചെയ്യുമ്പോഴാണ് ഈ വരികൾ പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയത്. അമ്മ കുഞ്ഞുനാൾ മുതൽ കയ്യിൽ വെച്ച് തന്ന ജപമാലയെക്കുറിച്ചുമൊക്കെയും നിത്യസഹായ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നതും നല്ല മാതാവേ എന്നുള്ള ഗാനം പഠിപ്പിക്കുന്നതുമൊക്കെയായ അനുഭവങ്ങളാണ് ആ ഗാനത്തിൽ ഞാൻ കുറിച്ചു വച്ചിട്ടുള്ളത്. ആ ഗാനം പിതാവ് പാടി പുറത്തിറങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സുഗന്ധം അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന് പിതാവ് പോലും ഞങ്ങളോട് പങ്കുവച്ച അനുഭവം. പരിശുദ്ധ അമ്മ അതാണ്. അമ്മയെക്കുറിച്ച് നമുക്ക് ഒരുപാട് പറയാൻ കിട്ടും. അമ്മയെക്കുറിച്ച് നമുക്ക് ഒരുപാട് എഴുതാൻ കിട്ടും. ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളതും അമ്മയെക്കുറിച്ച് തന്നെയാണ്. കാരണം അമ്മ ഒരു വാത്സല്യമാണ്. അമ്മയെ വാത്സല്യ നിധിയെ എന്നാണ് മറ്റൊരു പാട്ടിൽ ഞാൻ അമ്മയെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. തീർച്ചയാണ് അമ്മ എല്ലാവരുടെയും ഒരു വാത്സല്യ നിധിയാണ്. നിത്യവും നമ്മെ അനുഗ്രഹിക്കുന്ന അമ്മ. അതാണ് നമ്മൾ നിത്യസഹായ മാതാവേ എന്ന് വിളിക്കുന്നത്. ഈ അടുത്ത കാലങ്ങളിൽ അച്ഛന് റിലീസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു ഗാനം അതാണ്, നിത്യസഹായ മാതാവേ എന്നുള്ളത്. അമ്മയെക്കുറിച്ച് എഴുതുമ്പോൾ നമുക്ക് വാക്കുകൾ തന്നെ അമ്മ നമുക്ക് വാരിക്കോരി തരും. അതാണ് അമ്മ. അതാണ് അമ്മയുടെ സ്നേഹം. അതാണ് അമ്മയുടെ സ്നേഹവാത്സല്യം. അതാണ് അമ്മയുടെ നന്മ. അപ്പം അമ്മയെക്കുറിച്ച് നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടും. ആ വാക്കുകൾ മറ്റുള്ളവരേക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കും. അമ്മയുടെ സ്നേഹവും അമ്മയുടെ പുണ്യവും അമ്മയുടെ നന്മയുമൊക്കെ അനുഭവിക്കുന്ന നമ്മളൊക്കെയും ആ നന്മയും പുണ്യവുമൊക്കെ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കാൻ കഴിയുന്നിടത്താണ് അമ്മ നമ്മെ സഹായിക്കുന്നത്. ഈ ജപമാല മാസം അമ്മയുടെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന മാസമാകട്ടെ. പരിശുദ്ധ അമ്മ
ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.